നമസ്കാരം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പഴംപൊരി. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അതിനുവേണ്ടി ഞാനൊരു 3 ഏത്തപ്പഴം എടുക്കുകയാണ്. അതിനാവശ്യമായ കുറച്ച് വെള്ളം, കുറച്ച് മൈദ, ഒരു മുട്ട, ആവശ്യമായ ഉപ്പ്, അല്പം പഞ്ചസാര, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടി ഒരു നുള്ള് ഈസ്റ്റ്, മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇടാം. പക്ഷെ സാധാരണ ചിലരൊക്കെ എസൻസും ചേർക്കും. പക്ഷെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. വെളിച്ചെണ്ണയും പാം ഓയിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് പാം ഓയിലാണ്. ആദ്യമേ കുറച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യമായ ഉപ്പിടുക, ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഇടാം, പക്ഷെ ചിലര് പഞ്ചസാര ഇടത്തില്ല. എന്ന് വെച്ചാൽ ചിലർക്ക് ചിലപ്പോൾ ഷുഗറോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കത്തില്ല. പഞ്ചസാര ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാ. അല്പനേരം ഇളക്കുക. സ്വല്പം ഈസ്റ്റ് ഇടുക, സ്വല്പം മതി കേട്ടോ. എന്ന് വെച്ചാൽ അത് ഇച്ചിരി സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രം. ഒരു മുട്ട ചേർക്കുക, അത് ഏറ്റവും നല്ലതാണ്. മുട്ട ചേർക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പഴംപൊരി വിട്ടു പോകത്തില്ല. അതോട് ചേർന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിച്ചിരിക്കും ഇങ്ങനെ. സ്വല്പം മഞ്ഞൾപ്പൊടി, നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇനി അത്യാവശ്യമായ സാധനമാണ് ഇനി ഇടാൻ പോകുന്നത്, മൈദ. വെള്ളത്തിന്റെ അനുസരിച്ച് ചേർക്കാം. നമുക്ക് അത്യാവശ്യത്തിന് ഒരുവിധം കുറുകനെ ചേർക്കാം വരണം. അരിപ്പൊടിയും കൂടെ ചേർക്കാം ശകലം. പാകത്തിനായി വരുന്നുണ്ട്. കുറച്ചു നേരം ഇളക്കി കൊടുക്കണം, അന്നേരം നല്ല മിക്സായി നല്ല കുഴമ്പ് കിളി വരും. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. ലാസ്റ്റ് നമുക്ക് ഏത്തപ്പഴം എടുക്കാം. എന്നിട്ട് ഇത് വലുതാണെങ്കിൽ 3ആയിട്ട് മുറിക്കാം, ചെറുതാണെങ്കിൽ 2ആയിട്ട് മുറിച്ച് നമ്മുടെ ഇഷ്ടാനുസരിച്ച് ചെറുതോ വലുതാക്കി എങ്ങനെ വേണേലും ഉണ്ടാക്കാം. കൈ കൊണ്ട് നമുക്ക് ഇളക്കി നല്ല ഇതായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെക്കാം. നല്ല ചൂടോടെ നല്ല പഴംപൊരി ഉണ്ടാക്കാം നമുക്ക്. അത് നമുക്ക് ചട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണ തിളച്ച് നല്ല സൂപ്പറായിട്ട് എണ്ണ തിളയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടിയിൽ പിടിക്കും. അല്പനേരം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി നമുക്ക് ചട്ടി വെക്കാം. ചട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുമ്പ് ചട്ടിയും വെക്കാം, ഇൻഡാലിയത്തിന്റെ ചട്ടിയും വെക്കാം. അതാകുമ്പോഴത്തേക്ക് അടിക്ക് പിടിക്കത്തില്ല. സാധാരണ നമ്മൾ അലൂമിനിയം വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. ഇതാകുമ്പോഴത്തേക്ക് അടിക്ക് പിടിക്കാതെ നമുക്ക് ഉണ്ടാക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അല്പനേരം മാവിൽ മുക്കി വെച്ച് ഏത്തപ്പഴം എണ്ണയിലേക്ക് ഇടാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണയിലേക്ക് ഇടാവേ. എണ്ണ തിളക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും, ചട്ടിയിൽ പിടിക്കുകയും ചെയ്യും, പൊങ്ങി വരത്തതുമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുതിലെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് അമ്മ ഞങ്ങൾക്ക് കടയുള്ളപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത് നല്ല സൂപ്പർ പഴംപൊരി.
ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇനി അല്പനേരം ചൂടാ. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് മാത്രമേ തിരിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. നന്നായിട്ട് എണ്ണ തിളയ്ക്കുന്നുണ്ട്. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് അടുത്ത സൈഡിലേക്ക് വെക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിടണം. ഓരോന്ന് ഇട്ടാൽ മതി. എന്നാന്ന് വെച്ചാൽ ഒട്ടി പിടിച്ചിരിക്കത്തില്ല. കണ്ട മുട്ട ചേർത്തത് കൊണ്ട് നല്ല കറക്റ്റ് ഇതിൽ വന്നിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിക്കും. പക്ഷെ മുട്ട അടിപൊളിയായിട്ട് നമ്മൾ അടിച്ചടിച്ചടിച്ച് നല്ല മയത്തിൽ ചേർത്തത് കൊണ്ടാണ് നല്ല വേറിട്ട് നിൽക്കുന്നത്. കണ്ട ഇല വേണ്ട, ഇല ഇടും. നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇലയിലേക്ക് മാറ്റാമേ. എന്നിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഇറച്ചിയും ഇപ്പോഴും കഴിക്കും കേട്ടോ. ഇറച്ചിയും പഴംപൊരിയായിട്ട് കഴിക്കും. അല്ലാതെ പഴംപൊരി 4 മണിക്കലത്തെ ഭക്ഷണമായിട്ട് എടുക്കും പഴംപൊരി. അങ്ങനെ നല്ല ഒരു ഐറ്റമാണ് ഇത് പഴംപൊരി. അങ്ങനെ ഇലയിൽ നല്ല ചൂടോട് വെച്ച് പഴംപൊരി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചായയുമായിട്ട് കഴിക്കാം. 4 മണിക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു പലഹാരമായിട്ട് നമുക്കിത് കൊടുക്കുകയും ചെയ്യും. നല്ല ചൂട് വരുമ്പോഴേ നല്ല പഴംപൊരി ഇതേ 2ആയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂട്. ഓഹോ ആഹാ. ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ പുതിയ പലഹാരങ്ങളുമായി അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. നന്ദി.